മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ചികിത്സാ പിഴവിൽ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിക്ക് സർക്കാരിന്റെ സഹായം തുടരും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച സഹായം 2 മാസം മാത്രം കിട്ടിയെന്ന വാർത്ത പുറത്തു വന്നതോടെ മന്ത്രി ഇടപെട്ടു. കുടിശ്ശികയടക്കം പണം ഉടൻ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം വിനോദിനി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് അവളുടെ കൈ നഷ്ടപ്പെട്ടത്. ഏതായാലും ഈ വിഷയത്തിൽ അന്ന് പിന്നീട് സർക്കാർ ഇടപെട്ടു. അതിനിടയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ ഇടപെട്ട ആ കുട്ടിക്ക് കൈ ലഭിച്ചു. അന്ന് സർക്കാർ പറഞ്ഞിരുന്നൊരു വാഗ്ദാനം കുട്ടിയുടെ പഠന ചെലവിനായി എല്ലാ മാസവും 4000 രൂപ നൽകുമെന്നുള്ളതാണ്. പക്ഷേ ആ പണം മുടങ്ങുന്ന സാഹചര്യമാണ്. ഏകദേശം 4 മാസക്കാലമായി പണം മുടങ്ങി. ഈ പ്രഖ്യാപനം വന്ന് 2 മാസം ലഭിച്ചു. അതിനുശേഷം ഇപ്പോൾ 4 മാസമായി പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വിനോദിനിയുടെ അമ്മ പറയുന്നത്. ശിശു വികസനത്തിൽ നിന്ന് നമുക്ക് കുട്ടിക്ക് പഠന ചെലവിന് വേണ്ടി പൈസ കയറുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയത് നമുക്ക് ജനുവരിയിലും ഫെബ്രുവരിയിലും 2 മാസത്തേന് കിട്ടിയത്. ഇപ്പൊ 6 മാസമായിട്ട് നമുക്ക് കയറുന്നില്ല. അതൊരു ഇത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ ഭരിക്കുന്ന സർക്കാരാണ് നമുക്ക് ഏറ്റെടുത്തത്. പക്ഷെ അതില് ഇപ്പൊ സർക്കാർ മാറിയപ്പോ നമുക്ക് അതിൽ ഫണ്ട് കിട്ടുന്നില്ല. കുട്ടിയുടെ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ 4000 രൂപ സർക്കാർ അനുവദിച്ചിരുന്നത്. പക്ഷെ അത് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് വന്നത്. പക്ഷേ ഈ വാർത്ത മാതൃഭൂമി ന്യൂസ് പങ്കുവച്ചു. ഉടൻ തന്നെ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ കേസിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കുടിശ്ശിക അടുത്ത വർക്കിംഗ് ഡേ തിങ്കളാഴ്ച തന്നെ കൊടുക്കുവാനുള്ള നടപടിയെടുക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് സെക്രട്ടറി നിർദ്ദേശം നൽകി തിങ്കളാഴ്ച തന്നെ കുടിശ്ശിക കൊടുക്കാനുള്ള നടപടിയെടുക്കും. മാൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.